പ്രതികാരം സുവർണ ലിപികളാൽ എഴുതപ്പെടും. മലയാളത്തിന് ആദ്യ 100 കോടി സിനിമ പുലിമുരുകൻ സമ്മാനിച്ച വൈശാഖിൻ്റെ പുതിയ സിനിമ ഖലീഫയുടെ ടാഗ്ലൈനാണിത്. സ്വർണത്തിൻ്റെ തിളക്കത്തിലും പ്രതികാരത്തിൻ്റെ ചൂടിലും സഞ്ചരിക്കുന്ന ഖലീഫയ്ക്ക് തിരക്കഥ എഴുതിയത് ജിനു എബ്രഹാമാണ്. പൃഥ്വിരാജിൻ്റെ താരപരിവേഷത്തെ പൂർണ്ണമായി ആഘോഷിക്കുന്ന ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലറാണ് ഖലീഫ. ഇന്ത്യയിൽ കോഫെപ്പോസ നിയമം രൂപപ്പെടാൻ പോലും കാരണക്കാരനായെന്ന് സിനിമ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി 16-ാം വയസ്സിൽ പിതാവിനെ അവസാനമായി കണ്ട മകൻ സ്വർണ്ണക്കടത്തിൻ്റെ ലോകത്തേക്ക് ഒരിക്കലും മടങ്ങില്ലെന്ന തീരുമാനത്തിലാണ് വളരുന്നത്. എന്നാൽ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ജീവിതവും കുടുംബവും വേട്ടയാടപ്പെടുകയും ചെയ്യുമ്പോൾ അയാൾക്ക് വിധി മറ്റൊരു വഴി തുറക്കുന്നു. ഒരിക്കൽ ഉപേക്ഷിച്ച സ്വർണ്ണപ്പാതയിലേക്ക് അയാൾ തിരിച്ചിറങ്ങുന്നു. അവിടെ നിന്നാണ് മാമ്പ്രയ്ക്കൽ അമീർ അലിയുടെ പ്രതികാരം തുടങ്ങുന്നത്. കുടുംബത്തോട് ചെയ്ത ഓരോ അനീതിക്കും കണക്ക് ചോദിക്കുന്ന, ഓരോ കടവും എണ്ണി എണ്ണി തീർക്കുന്ന അമീർ അലിയായി പൃഥ്വിരാജ് സിനിമയെ ചുമലിലേറ്റുന്നു. പൃഥ്വിരാജാണ് ഖലീഫയുടെ ഏറ്റവും വലിയ കരുത്ത്. നടത്തത്തിലും നോട്ടത്തിലും ഡയലോഗിലും ആക്ഷനിലും സ്ലോ മോഷൻ എൻട്രികളിലും എല്ലാം താരത്തെ ആഘോഷിക്കാനുള്ള ഇടം സിനിമ ഒരുക്കുന്നുണ്ട്. പൃഥ്വിരാജ് സ്ക്രീനിൽ നിറയുമ്പോൾ തിയേറ്ററിൽ ആരവമുയരുന്നു. ഫാൻസിൻ്റെ ചോരയിൽ തീ പടർത്താൻ രൂപപ്പെടുത്തിയ രംഗങ്ങൾക്ക് അദ്ദേഹം ആവശ്യമായ ഊർജം നൽകുന്നുണ്ട്. ടെക്നിക്കൽ പാക്കേജിലും ഖലീഫ സമ്പന്നമാണ്. വലിയ ഫ്രെയിമുകൾ, ആക്ഷൻ ബ്ലോക്കുകൾ, ക്യാമറ, എഡിറ്റിംഗ് എല്ലാം സിനിമയ്ക്കൊരു ഗ്ലോസി മാസ് ലുക്ക് നൽകുന്നുണ്ട്. വൈശാഖിന് മാസ് സിനിമയുടെ ദൃശ്യവ്യാകരണം നന്നായി അറിയാം. താരത്തിൻ്റെ വരവും പോക്കും പോലും ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ് പല രംഗങ്ങളിലും കാണുന്നുണ്ട്. ജെയ്ക്സ് ബിജോയുടെ സംഗീതം സിനിമയുടെ നട്ടെല്ലാണ്. തിരക്കഥയ്ക്ക് ഉയർത്താനാകാത്ത ചില നിമിഷങ്ങളെപ്പോലും മ്യൂസിക് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഷമ്മി തിലകൻ്റെ പാർട്ടി സെക്രട്ടറി രാഘവനും ഏറെ ശ്രദ്ധേയനാണ്. അധികാരത്തിൻ്റെ പുറത്തു കാണുന്ന മുഖത്തിനും അകത്തെ കച്ചവടങ്ങൾക്കും ഇടയിലുള്ള ദൂരം അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിലൂടെ സിനിമ സൂചിപ്പിക്കുന്നുണ്ട്. ഖലീഫയിലെ ഏറ്റവും കൗതുകകരമായ കഥാപാത്രം ഒരുപക്ഷെ സ്വർണം തന്നെയാണ്. വിമാനത്താവളങ്ങളിൽ ഇടയ്ക്കിടെ പിടിക്കപ്പെടുന്ന ഏതാനും കിലോ സ്വർണത്തിനപ്പുറം വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന വലിയൊരു സമാന്തര ലോകത്തിലേക്കാണ് സിനിമ കണ്ണോടിക്കുന്നത്. രാഷ്ട്രീയവും ഭരണ സംവിധാനവും ഉദ്യോഗസ്ഥരും കള്ളക്കടത്തുകാരും സ്വർണ്ണ വ്യാപാരവും പണവും തമ്മിൽ രൂപപ്പെടുന്ന കാണാത്ത ബന്ധങ്ങൾ. സ്വർണം അതിർത്തികൾ കടക്കുന്ന പല വഴികളും സിനിമയിൽ കാണിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിലും സൗഹൃദത്തിലും രാഷ്ട്രീയത്തിലും ഭരണത്തിലും സ്വർണം കയറി നിൽക്കുന്നു. പണം അധികാരമാകുന്നു. അധികാരം ബന്ധങ്ങളുടെ വില തീരുമാനിക്കുന്നു. നമ്മൾ കാണുന്ന പൊതുരാഷ്ട്രീയത്തിനും ജയ്വിളികൾക്കും അപ്പുറം മറ്റൊരു അധികാര ലോകം പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും ശക്തമായൊരു പശ്ചാത്തലം കൈവശമുണ്ടായിട്ടും ഖലീഫയ്ക്ക് നല്ലൊരു സിനിമയാകാൻ കഴിയാതെ പോയത് തിരക്കഥയിലെ പാളിച്ച മൂലമാണ്. കഥ പറയുന്ന രീതിയിൽ പഴയ മാസ് സിനിമകളുടെ പൊടി സിനിമയാകെ കെട്ടിക്കിടക്കുന്നു. 10-20 പേരെ നായകൻ ഒറ്റയ്ക്ക് ഇടിച്ച് നിലംപരിശാക്കുന്ന രംഗങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. അതിലും വലിയ പ്രശ്നം ഇമോഷൻസ് ഒന്നും കണക്റ്റ് ആകുന്നില്ല. കുടുംബം തകരുന്നു, മനുഷ്യർ നഷ്ടപ്പെടുന്നു, നായകൻ വേട്ടയാടപ്പെടുന്നു, പ്രതികാരം ജീവിത ലക്ഷ്യമാകുന്നു. പക്ഷേ ആ വേദന സ്ക്രീനിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നേയില്ല. കഥാപാത്രങ്ങളോട് അടുപ്പമുണ്ടാകാത്തപ്പോൾ അവരുടെ നഷ്ടവും പ്രതികാരവും വെറും പ്ലോട്ട് പോയിന്റുകളായി മാറുന്നു. രഞ്ജി പണിക്കരുടെ അച്ഛൻ വേഷമൊക്കെ ഇതിലും കൂടുതൽ ആർക്കും ബോറാക്കാൻ കഴിയില്ല. മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയായി മോഹൻലാലിൻ്റെ കാമിയോ വരവ് തിയേറ്ററിൽ ആദ്യ നിമിഷം
ആവേശമുണ്ടാക്കും. എന്നാൽ കഥയുടെ സ്വാഭാവിക ഒഴുക്കിൽ പിറന്ന ശക്തമായൊരു കഥാപാത്ര മുഹൂർത്തമായി അത് മാറുന്നേയില്ല. ഫാൻസിന് കൈയടിക്കാൻ പ്രത്യേകം ഒരുക്കി വെച്ച ഒരു സ്റ്റാർ മൊമെൻ്റ് എന്നതിനപ്പുറം ആ വരവിന് വലിയ ചലനമൊന്നും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ലൂസിഫർ, എമ്പുരാൻ പോലെയുള്ള സിനിമകളിലൂടെ പുതിയ കാലത്തെ മാസ് സിനിമയുടെ സ്കെയിലും റിതവും അറിയാമെന്ന് തെളിയിച്ച സംവിധായകനാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ നായകനാകുന്നതിന് മുൻപ് തിരക്കഥ വായിക്കാൻ പൃഥ്വിരാജിനെയും ഒപ്പം ഇരുത്തിയിരുന്നെങ്കിൽ ഈ സിനിമ കുറെ കൂടി നന്നായിരുന്നേനെ. ഖലീഫ മോശമായി നിർമ്മിച്ച സിനിമയല്ല, പഴയൊരു മാസ് സിനിമയെ പുതിയ തിളക്കത്തിൽ അതിമനോഹരമായി പാക്ക് ചെയ്ത സിനിമയാണ്. അതാണ് അതിൻ്റെ ശക്തിയും പരിമിതിയും. പൃഥ്വിരാജിൻ്റെ ഗംഭീര പ്രകടനം, ജെയ്ക്സ് ബിജോയുടെ സംഗീതം, ഷമ്മി തിലകൻ്റെ പകർന്നാട്ടം, മികച്ച മേക്കിംഗ്, സ്വർണ്ണക്കടത്തിൻ്റെ ഇരുണ്ട പശ്ചാത്തലം, കാണാൻ പലതുമുണ്ട്. എന്നാൽ പൊളിഞ്ഞ തിരക്കഥയും പഴഞ്ചൻ ടെംപ്ലേറ്റും കണക്റ്റാകാത്ത ഇമോഷനും പ്രവചിക്കാവുന്ന ആക്ഷനും ആ തിളക്കത്തിൻ്റെ വില കുറയ്ക്കുന്നു. സ്വർണത്തിന് തിളക്കമുണ്ട്, അമീർ അലിക്ക് തീയുണ്ട്, പൃഥ്വിരാജിന് സ്റ്റാറിസമുണ്ട്. പക്ഷേ കഥയ്ക്ക് പുതുമയുടെ ക്യാരറ്റ് കുറവാണ്. ഫാൻസിന് കൈയടിക്കാൻ ഖലീഫയിൽ ആവോളം നിമിഷങ്ങളുണ്ട്. പക്ഷേ ഇത്രയും സ്വർണമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഖലീഫ ഒരു ഗോൾഡൻ സിനിമയാകാതെ പോയത്?